വയനാട്ടിൽ കള്ളവോട്ടെന്ന ബി.ജെ.പി. വാദം പൊളിയുന്നു. ഏറനാട് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന ആരോപണം തെറ്റാണ്. മൈമൂന എന്ന ഒരു വോട്ടർക്ക് 3 ബൂത്തുകളിൽ വോട്ടെന്നായിരുന്നു ആരോപണം. എന്നാൽ 3 ബൂത്തുകളിലുമുള്ളത് വ്യത്യസ്ത മൈമൂനമാരാണ്. 3 പേർക്കുമുള്ളത് ഒരു വോട്ട് മാത്രവുമാണ്. 3 പേരും 3 പഞ്ചായത്തുകളിൽ താമസിക്കുന്നവരുമാണ്. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, ഇന്നലെ ദേശീയ തലത്തിലാണ് ബി.ജെ.പി. വയനാട്ടിൽ കള്ളവോട്ട് നടന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചത്. തെളിവുകൾ എന്ന മട്ടിൽ ചില കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ പൊളിയുന്നത്. എന്താണ് ഇപ്പോൾ വയനാട്ടിൽ നമുക്ക് കണ്ടെത്താനായത് അഷ്കർ? ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിന് മറുപടി എന്നുള്ള രീതിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന് അത്തരത്തിൽ വയനാട്ടിലും വലിയ തോതിൽ വ്യാജ വോട്ടുകളുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നത്. ഒരു വീട്ടിൽ വ്യത്യസ്ത മതത്തിലുള്ള ആളുകളുടെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള ആരോപണം കേന്ദ്രമന്ത്രി ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് വയനാട്ടിൽ നിന്ന് തന്നെ അത് അങ്ങനെയല്ല, മറിച്ച് ഒരു നാടിൻ്റെ പേരാണ്, അത് തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ള രീതിയിൽ അത് കള്ളവോട്ടല്ല എന്നുള്ള സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഏറനാട്ടിൽ ഇപ്പോൾ ഉയർത്തിയിരുന്ന ആരോപണം കൂടി, ബി.ജെ.പി. ഉയർത്തിയ ആരോപണം കൂടി തെറ്റാണെന്ന് തെളിയുന്നത്. ആ ഉയർത്തിയ ആരോപണം എന്ന് പറയുന്നത് വയനാട് മണ്ഡലത്തിലെ 115, 152, 135 ഇങ്ങനെ 3 ബൂത്തുകളിലായി മൈമൂന എന്ന വോട്ടർക്ക് വ്യത്യസ്ത ക്രമ നമ്പറുകളിലായി വോട്ട് ഉണ്ട് എന്നുള്ളതായിരുന്നു ആരോപണം. ഒരു മൈമൂനയ്ക്ക് തന്നെ അങ്ങനെ 3 ബൂത്തുകളിൽ വോട്ട് ഉണ്ട് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ബൂത്ത് നമ്പർ 115 778 എന്ന ക്രമ നമ്പറിലും ബൂത്ത് 152 541 എന്ന ക്രമ നമ്പറിലും ബൂത്ത് 135 669 എന്ന ക്രമ നമ്പറിലും 3 മൈമൂനമാർ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് മൂന്ന് മൈമൂന 3 വ്യക്തികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 3 കിടക്കുന്നത് 3 പഞ്ചായത്തിലുമാണ്. ഒന്ന് കുഴിമണ്ണ പഞ്ചായത്തിലും ഒന്ന് കാവന്നൂർ പഞ്ചായത്തിലുമാണ്. അങ്ങനെ 3 പഞ്ചായത്തുകളിലായാണ് ഈ 3 മൈമൂനമാരുള്ളത്. അത് 3 കുടുംബങ്ങളാണ്. അത് 3 തന്നെ വ്യത്യസ്ത വോട്ടുകളായി എല്ലാ വോട്ടുകളും വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു വോട്ട് മാത്രമുള്ള വോട്ടർമാരുമാണ്. ഇവർ തമ്മിലും ബന്ധമില്ല, മാത്രമല്ല ഇവരും തന്നെ ഒന്നും തന്നെ ഒരു വ്യക്തിയുമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. ഉന്നയിച്ച ആരോപണം, ആ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തികച്ചും ഒരുപക്ഷെ പ്രാദേശികമായി ബി.ജെ.പി. നേതൃത്വം ഒരു പരിശോധന നടത്തിയിരിക്കുകയാണെങ്കിൽ പോലും കണ്ടെത്താൻ കഴിയുന്ന വസ്തുതയാണ്. കാരണം ഒന്ന് അരീക്കോട് പഞ്ചായത്തിലാണെങ്കിൽ ഒന്ന് കുഴിമണ്ണ പഞ്ചായത്തിലാണ്, ഒന്ന് കാവന്നൂർ പഞ്ചായത്തിലാണ്. അങ്ങനെ 3 പഞ്ചായത്തുകളിൽ 3 വ്യക്തികളായിട്ടുള്ള മൈമൂനമാരുടെ വോട്ടുകളാണ്. ഒരു മൈമൂനയുടെ വോട്ടാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വ്യാജ വോട്ടായ ഒരു ആരോപണം ഇപ്പോൾ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയുന്നത്. സ്മൃതി, അഷ്കർ അലി, 3 പേരുടെ വോട്ട് മാത്രമല്ലല്ലോ, വയനാടുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അനുരാഗ് ഠാക്കൂറാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. അതിനെതിരെ അവിടെ തന്നെ ദേശീയ നേതൃത്വത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രതികരണമുണ്ടായി. വയനാട്ടിൽ ഇപ്പോൾ നേതാക്കൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവിടെ ബി.ജെ.പി. നേതാക്കൾ ഇതിനോട് പ്രതികരിക്കുന്നുണ്ടെന്നുള്ള ചോദ്യമുണ്ടല്ലോ. ദേശീയ തലത്തിൽ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി, അതായത് രാഹുൽ ഗാന്ധി നടത്തിയതുപോലെ തന്നെ ഒരു പരിശോധന ഞങ്ങളും നടത്തിയെന്ന മട്ടിലാണ് ഇത് അവതരിപ്പിച്ചത്. രാഹുൽ ഗാന്ധി ഒരേ ഒരു മണ്ഡലത്തിൽ 6 മാസം എടുത്ത് രേഖകൾ പരിശോധിച്ച് കണ്ടെത്തിയ തെളിവുകളാണ്. ഇത് ഇത്ര വേഗം ഇത്രയധികം രേഖകളൊക്കെ ആയിട്ട് എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം കൂടിയുണ്ട് തിരിച്ച്. സ്മൃതി, സ്വാഭാവികമായും കാരണം അത്തരത്തിൽ അടിസ്ഥാനമായിട്ടുള്ളൊരു പരിശോധന നടക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ വൈരുദ്ധ്യം നിറഞ്ഞ ഒരു ആരോപണങ്ങൾ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിൽ തന്നെ പ്രതിരോധമായി ഉയർത്തേണ്ടി വന്നത്. മാത്രമല്ല ഇന്ന് തന്നെ അതിലെ പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. വയനാട് ലോക്സഭയിൽ സമാനമായ രീതിയിൽ തന്നെ വയനാട്ടിൽ നിന്നുള്ളൊരു വാർത്തയും ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ തന്നെ വ്യത്യസ്ത മതത്തിലുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നു, അത് വ്യാജ വോട്ടുകളാണ്, വ്യാജമായി വോട്ടർ പട്ടികയിൽ ചേർത്തതാണ് എന്നുള്ളതായിരുന്നു അത് ആരോപണം. അതിന് ആരോപണത്തിന് ചൂണ്ടിക്കാണിച്ചത് അതിൽ ചോണ്ടേരി എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് ഒരു വീട്ടുപേരാണ്. ഒരു വീട്ടിൽ നിന്ന് തന്നെ വ്യത്യസ്ത മതത്തിലുള്ള ആളുകളുടെ പേര് പട്ടികയിൽ ചേർത്തു എന്ന ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ആ സ്ഥലപ്പേര് എന്ന് പറയുന്നത് അത് വീട്ടുപേരല്ല, അതൊരു സ്ഥലപ്പേരാണ് എന്നുള്ളതും അത് വ്യത്യസ്ത മതത്തിൽപ്പെട്ട ഒരു തരത്തിലും ബന്ധമില്ലാത്ത വോട്ടർമാരാണെന്നും അതൊന്നും വ്യാജ വോട്ടുകളല്ല എന്നും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു.